ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ്, നമസ്കാരം. നിങ്ങൾ UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ പേര് എന്തായാലും ഓർത്തുവെക്കണം. മിഷാൽ മഹ്ലൂഫ്. മഹജർ സാഹിത്യം, അതായത് പ്രവാസ അറബ് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആരായിരുന്നു അദ്ദേഹം? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ? നമുക്ക് നോക്കാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ പേര് പരീക്ഷയ്ക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ആകുന്നത്? നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പൊ നമുക്കതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ലബനാനിലെ അതിമനോഹരമായ ഒരു പട്ടണത്തിൽ നിന്നാണ്, സഹ്ല. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. മിഷാൽ മഹ്ലൂഫ് തന്റെ കരിയർ തുടങ്ങിയത് ഒരു കവിയായിട്ടല്ല, മറിച്ചൊരു വലിയ ഭൂവുടമയായിട്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്തോളൂ. 1889 ജനനം. പഠിച്ചത് അവിടുത്തെ ഒരു ലോക്കൽ കോളേജില്. എന്നിട്ട് നേരെ പോയത് കൃഷിയിലേക്കാണ്. അതായത് കവിതയോ സാഹിത്യമോ ഒന്നും പുള്ളിയുടെ റേഡാറിൽ ഉണ്ടായിരുന്നില്ല തുടക്കത്തില്. ഇത് ഓർത്തു വെക്കണം, കാരണം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കുമ്പോഴേ ഈ മാറ്റത്തിന്റെ ഒരു വലിപ്പം മനസ്സിലാവൂ. അങ്ങനെ പോകുമ്പോഴാണ് 1910 അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തത്തിലങ്ങ് മാറിമറിയുന്നത്. സഹോദരങ്ങളെ ബ്രസീലിലേക്ക് വിളിച്ചു, അദ്ദേഹം പോയി. അതോടെ ലബനാനിലെ ആ കർഷകൻ അങ്ങ് സാവോ പോളോയിലെ ഒരു ബിസിനസ്സുകാരനായി. ലൈഫിലെ ഒരു പുതിയ ചാപ്റ്റർ അവിടെ തുടങ്ങുമായിരുന്നു. ഈ ഒരു ടൈം ലൈൻ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. നോക്കൂ, 1889 ലബനാനിൽ ജനിക്കുന്നു. 1910 ബ്രസീലിലേക്ക് പോകുന്നു. അതാണ് ടേണിംഗ് പോയിന്റ്. പിന്നെ 1936 അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായ അൽ ഉസ്ബ അൽ അന്തലൂസിയ സ്ഥാപിക്കുന്നു. അവസാനം 1942 ബ്രസീലിൽ വെച്ചു തന്നെ അദ്ദേഹം മരിക്കുന്നു. ഈ 4 വർഷങ്ങളും വളരെ ഇമ്പോർട്ടന്റാണ്, മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. UGC നെറ്റ് പരീക്ഷയിൽ സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ഏരിയയാണിത്. അൽ ഉസ്ബ അൽ അന്തലുസിയയുടെ സ്ഥാപനം. ഈ പേര് അൽ ഉസ്ബ അൽ അന്തലൂസിയ, ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചോളൂ. ഇതൊരു സാധാരണ സാഹിത്യ കൂട്ടായ്മ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാല് ബ്രസീലിൽ താമസിച്ചിരുന്ന അറബ് എഴുത്തുകാരെയെല്ലാം ഒരുമിപ്പിച്ച് പ്രവാസ അറബ് സാഹിത്യത്തിന് ഒരു പുതിയ ദിശ കാണിച്ചുകൊടുത്ത ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഇതൊക്കെയാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? സാവോ പൗളോയില്. ഏത് വർഷം? 1936. എന്തായിരുന്നു ലക്ഷ്യം? വളരെ സിമ്പിൾ. പലയിടത്തായി ചിതറിക്കിടക്കുന്ന അറബ് എഴുത്തുകാരെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരായിരുന്നു ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? നമ്മുടെ മിഷാൽ മഹ്ലൂഫ് തന്നെ. അദ്ദേഹം വെറുതെ ഒരു പേരിന് പ്രസിഡന്റ് ആയിരുന്നില്ല കേട്ടോ. 6 വർഷത്തോളം അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു. ആ ഒരു തുടക്ക കാലഘട്ടത്തില് ഈ സാഹിത്യ പ്രസ്ഥാനത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തതും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡർഷിപ്പായിരുന്നു. അതുമാത്രമല്ല, ഈ കൂട്ടായ്മയ്ക്ക് സംസാരിക്കാനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? അതിനായി അൽ ഉസ്ബ എന്ന പേരിൽ ഒരു മാഗസിനും അദ്ദേഹം തുടങ്ങി. മഹജർ സാഹിത്യകാരന്മാർക്ക് അവരുടെ എഴുത്തുകൾ പബ്ലിഷ് ചെയ്യാനും പുതിയ ഐഡിയകൾ ചർച്ച ചെയ്യാനുമൊക്കെ അതൊരു വലിയൊരു വേദിയായി മാറി. അപ്പോ മിഷാൽ മഹ്ലൂഫ് ഒരു നല്ല ഓർഗനൈസർ മാത്രമായിരുന്നോ? അല്ല, അദ്ദേഹത്തിനുള്ളിൽ വളരെ നല്ല തനതായ ഒരു ശൈലിയൊക്കെയുള്ള ഒരു കവിയും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ ലളിതമായ ഭാഷയിലായിരുന്നു. ആർക്കും വായിച്ചാൽ മനസ്സിലാവും. പ്രധാനമായും അദ്ദേഹം എഴുതിയത് എന്തിനെക്കുറിച്ചാണെന്നോ? താൻ വിട്ടുപോന്ന ജന്മനാടായ ലബനാനെക്കുറിച്ചുള്ള ഓർമ്മകൾ. പിന്നെ തന്റെ കുട്ടിക്കാലം, യൗവനം, പ്രണയം, വീഞ്ഞ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ. അദ്ദേഹം ഒരുപാട് എഴുതിയെങ്കിലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരേയൊരു കവിതാസമാഹാരമേ ഉള്ളൂ. അതിന്റെ പേരാണ് ഹൈ കലു ദിക്ര. മലയാളത്തിൽ പറഞ്ഞാൽ ഓർമ്മയുടെ ക്ഷേത്രം. ഇതിലേറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതും
അദ്ദേഹം തന്നെ സ്ഥാപിച്ച അൽ ഉസ്ബ അൽ അന്തലൂസിയ ആയിരുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അദ്ദേഹത്തിന്റെ പബ്ലിഷ് ചെയ്ത വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഹൈക്കലുദ്ദിക്ര ആണ്. പക്ഷേ സജീനു സുൽം അല്ലെങ്കിൽ അനീതിയുടെ തടവുകാരൻ എന്ന പേരിൽ ഒരു കാവ്യനാടകം കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം മിഷാൽ മാലൂഫിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നിങ്ങൾക്കിതെല്ലാം ഓർത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അദ്ദേഹം ഒന്നാമനായിരുന്നു. എന്തിൽ? അറബ് പ്രവാസ സാഹിത്യത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന അൽ ഉസ്ബ അൽ അന്തലൂസിയയുടെ സ്ഥാപകനും അതിന്റെ ആദ്യത്തെ പ്രസിഡന്റും. നമ്പർ 1. 1942 അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. പക്ഷേ അദ്ദേഹം തുടങ്ങിവെച്ച അൽ ഉസ്ബ അൽ അന്ദുലുസിയ എന്ന ആ സാഹിത്യ പ്രസ്ഥാനം ഇന്നും സജീവമായി നിലനിൽക്കുന്നു. അറബ് സാഹിത്യത്തിലെ വിദ്യാർത്ഥികൾ ഇന്നും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനമായി ഇതൊരു ചിന്തയ്ക്ക് വക നൽകുന്നുണ്ടല്ലേ? മിഷാൽ മാലൂഫിന്റെ ജീവിതവും അദ്ദേഹം സ്ഥാപിച്ച സംഘടനയും അത് രണ്ടും ഒന്നാണ്. അതിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഒരുപക്ഷേ ഒരാളുടെ വിഷൻ, ഒരാളുടെ ഒരു ആശയം, ഒരു സാഹിത്യശാഖയെ തന്നെ എത്രത്തോളം മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയുണ്ടോ? അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.